ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പുതിയ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ. മത്തായി 23-ന്റെ 27, 28. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഉള്ളിൻ്റെ വിശുദ്ധി എങ്ങനെയാകണമെന്ന് കർത്താവ് ശാസ്ത്രിമാരെയും പരീശന്മാരെയും വിമർശനാത്മകമായി ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെയും വേദഭാഗം. അതിനു മുൻപ് നമ്മൾ കണ്ടത് കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുകയും അകം അധർമ്മവും അശുദ്ധിയും നിറഞ്ഞതായിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ രൂക്ഷമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സാധാരണ അവിടെ കല്ലറകളുടെ വാർഷിക വെള്ളപൂശൽ വ്യക്തമായി കർത്താവ് കണ്ടു. യഹൂദ ചടങ്ങനുസരിച്ച് പെസഹ പെരുന്നാളിന് മുൻപ് കല്ലറകളെല്ലാം വെള്ളപൂശുമായിരുന്നു. കല്ലറയുടെ മീതെ നടന്നാൽ അശുദ്ധരാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അത് സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ പുറമേയുള്ള ആകർഷത്വവും അകമേയുള്ള അശുദ്ധിയും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ഉള്ളിൻ്റെ അശുദ്ധിയും പുറമേ നടിക്കുന്ന വിശുദ്ധിയും തുറന്നു കാണിക്കാൻ ഇതിനേക്കാൾ നല്ല ഒരു ഉദാഹരണം മറ്റൊന്നും ഉണ്ടാകില്ല. ഇത് ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് ആമുഖമായി പറയുന്നു, നിങ്ങൾക്ക് ഹാ കഷ്ടം! കപടഭക്തിയിലൂടെ അല്ലെങ്കിൽ ഒരുതരം മതാത്മകതയുടെ മൂടുപടം അണിഞ്ഞു നിൽക്കുന്ന ശാസ്ത്രിമാരും പരീശരും, അവരോടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്. പാലസ്തീനിൽ ശവക്കല്ലറകൾ വെള്ള പൂശുന്നത് അതും അവരുടെ ഒരു ശുദ്ധി നിയമത്തിൻ്റെ ഭാഗമായിരുന്നു. മരിച്ചവരെ സ്പർശിക്കുന്നത് അശുദ്ധി ഉളവാക്കും എന്നതുകൊണ്ട് മരിച്ചവരുടെ കല്ലറകൾ തിരിച്ചറിയുന്നതിനുള്ള മാർഗം കൂടിയായിരുന്നു ഈ വെള്ളപൂശൽ. കല്ലറയുടെ ഉള്ള് ചീഞ്ഞഴിഞ്ഞ് വൃത്തികേടായിരിക്കും, പുറത്തേക്കോ വെള്ള പൂശിയിരിക്കുന്നു. പരീശ മനോഭാവത്തിൻ്റെ നിദർശനമാണ് ഇവിടെയും വിവക്ഷ. അവരുടെ തിന്മകളായി യേശു എടുത്തു കാട്ടുന്നത് കപടതയും അനീതിയുമാണ്. ലോ ലെസ്നെസ്. നിയമങ്ങൾ അനുസരിക്കുന്നുവെന്ന് അവർ അഭിമാനം കൊണ്ടെങ്കിലും അവരുടെ ജീവിതം നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമാണെന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ പ്രവൃത്തിയും പ്രസംഗവും പ്രകടനങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതത്തെയാണ് കർത്താവ് വിമർശിക്കുന്നത്. അന്ന് പരീശരും ശാസ്ത്രിമാരുമായിരുന്നുവെങ്കിൽ ഇന്ന് ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ധാരാളം സ്ഥാനീയരായിട്ടുള്ള ആളുകൾ എല്ലായിടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് പുറമേ കാണുന്ന ആകർഷണീയതയേക്കാൾ ഉള്ളിലുള്ള വിശുദ്ധി നന്നായിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ദൈവം അന്തര ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവസന്നിധിയിൽ ഉള്ളിൻ്റെ പരിശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ കർത്താവേ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം.
കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ഞങ്ങൾ പുതിയ പകലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ പകൽക്കാലം വിശുദ്ധിയോടെ ജീവിപ്പാൻ നിർമ്മലമായ ചിന്തകളും കർത്താവേ വിശുദ്ധിയുടെ തീരുമാനങ്ങളും പ്രായോഗികതയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉപദേശങ്ങൾക്കും ദൈവവചനത്തിൻ്റെ നിലപാടുകൾക്കും അനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ രൂപീകരിപ്പാനും രൂപാന്തരം വരുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള മനോഭാവത്തോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും കരുണയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.